ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയായിട്ട് മിക്സ് ചെയ്ത് ആ ചിക്കനെല്ലാം നന്നായിട്ട് പുരട്ടി വെക്കുക. എന്നിട്ട് ഇത് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഇതെല്ലാം കൂടി ആ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടി സെറ്റാവാൻ വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് 3 സവാള, 2 തക്കാളി, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ 5-8 വെളുത്തുള്ളി. ഇനിയും ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. അതിനുശേഷം കുറച്ച് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഇതിനെല്ലാം കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തെ. ഇനിയും ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ സവാള നമ്മുടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പും കൂടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ സവാള നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ മസാല ഇടാൻ പോവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഇടാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടി ഒരു ബേ ലീഫ്, പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് സവാളയിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ. എന്നിട്ട് ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന 2 തക്കാളിയും കൂടി ഇടാം. തക്കാളിയെല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് വരണം. അപ്പോൾ ഇതെല്ലാം പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് 1/2 മണിക്കൂർ സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ച ആ ചിക്കനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ചിക്കനിലോട്ട് ഈ ഒരു മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണം. ഇപ്പോൾ ചിക്കനിൽ എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും ഈ ചിക്കൻ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സവാള വഴറ്റാൻ വേണ്ടി എടുത്ത സെയിം പാൻ തന്നെയാണ് ഈ ചിക്കൻ ഇപ്പം ഇടാൻ വേണ്ടിയും എടുത്ത് വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം അത് ഒന്ന് ചിക്കനെല്ലാം ഒന്ന് വേവാനുള്ളൊരു സമയം കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റായി. ഇനി നമുക്ക് നമ്മുടെ അടപ്പെടുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പം കാണാൻ നല്ല വെട്ടി തിളയ്ക്കുന്നത്. ഇനി ഇതൊരു ഓപ്പൺ കുക്കിങ്ങിന് വേണ്ടി നമുക്ക് വെക്കണം. അതായത് അടുപ്പ് മാറ്റിയിട്ട് അടപ്പില്ലാതെ തന്നെ ആ വെള്ളമെല്ലാം പറ്റിപ്പോണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ ഇപ്പം വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഏതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.